ഹായ് ഓൾ, വെൽക്കം ടു ASAP ലേണിംഗ്. നമ്മൾ 2025 ഡിസംബറിലെ കേരളം, ഇന്ത്യ, വേൾഡ്, സ്പോർട്സ് എന്നീ മേഖലകളിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജി, എക്കണോമിക്സ്, മറ്റ് പ്രധാനപ്പെട്ട കുറച്ച് മേഖലകളിലെ കാര്യങ്ങൾ നോക്കാം. നമുക്ക് 2025 ഡിസംബറിൽ നഷ്ടപ്പെട്ട മലയാള നടനാണ് ശ്രീനിവാസൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. തീർച്ചയായിട്ടും വരുന്ന പരീക്ഷകളിൽ അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു ചോദ്യമായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സോ സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ആദ്യ ചോദ്യമാണ്, ഡ്രോണുകൾ, ഹൈപ്പർസോണിക് മിസൈലുകൾ തുടങ്ങിയ ആധുനിക യുദ്ധഭീഷണികളെ നേരിടാൻ മൈക്കൽ ആഞ്ചലോ എന്ന പേരിൽ AI അധിഷ്ഠിത പ്രതിരോധ കവചം അവതരിപ്പിച്ച രാജ്യം ഏതാണ്? ഇറ്റലിയാണ് അല്ലേ. മൈക്കൽ ആഞ്ചലോ എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനം ജസ്റ്റ് ഒരു പ്രതിരോധ സംവിധാനമല്ല, AI അധിഷ്ഠിത, AI ഇൻ്റഗ്രേറ്റഡ് പ്രതിരോധ സംവിധാനമാണ് എന്തെന്ന് പറയുന്നത് ഈ മൈക്കൽ ആഞ്ചലോ എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രോണുകൾ, ഹൈപ്പർസോണിക് മിസൈലുകൾ തുടങ്ങിയ ആധുനിക യുദ്ധഭീഷണികളെ നേരിടാൻ മൈക്കൽ ആഞ്ചലോ എന്ന് പറയുന്ന AI അധിഷ്ഠിത പ്രതിരോധ സംവിധാനം അവതരിപ്പിച്ച രാജ്യമാണ് ഇറ്റലി എന്ന് പറയുന്നത്. ഇനി അമേരിക്കയുടെ ഏറ്റവും ഭാരമുള്ള വാണിജ്യ ഉപഗ്രഹമാണ് ബ്ലൂബേർഡ് 6 എന്ന് പറയുന്നത്. അമേരിക്കയുടെ ഏറ്റവും ഭാരമുള്ള വാണിജ്യ ഉപഗ്രഹമാണ് ബ്ലൂബേർഡ് 6 എന്ന് പറയുന്നത്. അമേരിക്കയുടെ ഏറ്റവും ഭാരമുള്ള വാണിജ്യ ഉപഗ്രഹമാണ് ബ്ലൂബേർഡ് 6 എന്ന് പറയുന്നത്. അതുപോലെ ISRO 2025 ഡിസംബറിൽ വിക്ഷേപിച്ച ഒരു വിക്ഷേപണമാണ് ബ്ലൂബേർഡ് ബ്ലോക്ക് 2 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഫോണിലൊക്കെ നെറ്റ് കിട്ടുന്നതിനൊക്കെ ടവറുകളും ഒപ്റ്റിക്കൽ ഫൈബറുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതല്ലാതെ സാറ്റലൈറ്റ് മുഖേന നേരിട്ട് ഇൻ്റർനെറ്റ് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനമാണ് ബ്ലൂബേർഡ് ബ്ലോക്ക് 2 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉപഗ്രഹം ISRO വിക്ഷേപിച്ചത് 2025 ഡിസംബർ 24 ഇന്ത്യയുടെ സ്പേസ് സ്റ്റേഷനായിട്ടുള്ള ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ്. അമേരിക്കൻ കമ്പനിയായ AST മൊബൈലിന് വേണ്ടിയായിരുന്നു ഈ ഒരു വിക്ഷേപണം എന്ന് പറയുന്നത്. ISROയുടെ ചരിത്രത്തിലെ ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹ വിക്ഷേപണമാണിത്. അപ്പോൾ ഭാരമേറിയെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എത്രയാണ് ഭാരം എന്ന് അറിഞ്ഞിരിക്കണം. 6.5 ടൺ അല്ലെങ്കിൽ 6500 കിലോഗ്രാം. ഒരു ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം ആണ്. അപ്പോൾ 6500 കിലോഗ്രാം ആണ് ഇതിൻ്റെ വെയിറ്റ്. ISROയുടെ ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹ വിക്ഷേപണമാണ് ഈ പറയുന്ന ബ്ലൂബേർഡ് ബ്ലോക്ക് 2 എന്ന് പറയുന്നത്. ലോ എർത്ത് ഓർബിറ്റിലേക്ക് വിക്ഷേപിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വാണിജ്യ കമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹം എന്ന നേട്ടം ISRO സ്വന്തമാക്കി. ഏത് റോക്കറ്റിലാന്ന് ചോദിക്കും. LVM-3 മാർക്ക് 6. LVM-3 അതായത് അത്രയും കരുത്തുള്ള ഒരു ഉപഗ്രഹമായതുകൊണ്ട് തന്നെ, അത്രയും ഭാരമേറിയ ഒരു ഉപഗ്രഹമായതുകൊണ്ട് തന്നെ അത് വഹിക്കാൻ ശേഷിയുള്ള റോക്കറ്റ് വേണം. സോ LVM-3 മാർക്ക് 6 വിക്ഷേപണം. ഏറ്റവും വലിയ വാണിജ്യ വാർത്താ വിനിമയ ഉപഗ്രഹം എന്ന ഖ്യാതിയും ബ്ലൂബേർഡ് ബ്ലോക്ക് 2 സ്വന്തമാക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ഈ ബ്ലൂബേർഡ് ബ്ലോക്ക് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമലി ഈ ടവറുകളും ഒപ്റ്റിക്കൽ ഫൈബറൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഇൻ്റർനെറ്റ് ഒക്കെ ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊന്നും ഇല്ലാതെ സാറ്റലൈറ്റ് മുഖേന നേരിട്ട് എന്ത് ചെയ്യുക, ഇൻ്റർനെറ്റ് സംവിധാനം ലഭിക്കുന്നതിന് വേണ്ടി അത് ലക്ഷ്യമാക്കിയിട്ടുള്ള ISROയുടെ ഒരു പദ്ധതിയായിരുന്നു ഈ ഒരു ഉപഗ്രഹ വിക്ഷേപണം എന്ന് പറയുന്നത്. ഇത് വിക്ഷേപിച്ച തീയതി 2025 ഡിസംബർ 24 ശ്രീഹരിക്കോട്ടയിൽ നിന്ന്. ഇതിനുപയോഗിച്ച റോക്കറ്റാണ് LVM-3 മാർക്ക് 6 എന്ന് പറയുന്നത്. ഈ വിക്ഷേപണത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ISROയുടെ ഏറ്റവും ഭാരമേറിയ വിക്ഷേപണമാണ്. ഏകദേശം 6.5 ടൺ അല്ലെങ്കിൽ 6500 കിലോഗ്രാം ആണ് ഈ ഉപഗ്രഹത്തിൻ്റെ ആ ഒരു വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി എക്കണോമിക്സുമായി ബന്ധപ്പെട്ട, സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് നോക്കാം. അപ്പം അതിൽ RBIയുടെ റിപ്പോ നിരക്ക് എപ്പോഴും ചോദിക്കാറുണ്ട്. ഏറ്റവും ഒടുവിലത്തെ RBIയുടെ റിപ്പോ നിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5.25% ആണ്. RBIയുടെ റിപ്പോ നിരക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 5.25% ആണ്
RBIയുടെ റിപ്പോ നിരക്ക് എന്ന് പറയുന്നത് 5.25% ആണ് RBIയുടെ റിപ്പോ നിരക്ക്. ഇനി അന്താരാഷ്ട്ര നാണയനിധി ലോകത്ത് വലിയ ഡിജിറ്റൽ പണമിടപാട് സംവിധാനമായി തിരഞ്ഞെടുത്ത ഇന്ത്യയുടെ സംവിധാനമാണ് UPI, യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. അപ്പോൾ അന്താരാഷ്ട്ര നാണയനിധി ലോകത്ത് ഏറ്റവും വലിയ ഡിജിറ്റൽ പണമിടപാട് സംവിധാനമായി തിരഞ്ഞെടുത്തത് ഇന്ത്യയുടെ UPI ആണ് അല്ലേ. നിങ്ങൾ ഗൂഗിൾ പേ ഒക്കെ നോക്കുന്ന സമയത്ത് UPI ID എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്പെഷ്യൽ ID കാണും. അപ്പോൾ ഇന്ത്യയുടെ UPI ID ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡിജിറ്റൽ പണമിടപാട് സംവിധാനം. അങ്ങനെ തിരഞ്ഞെടുത്തത് ആരാണ്? IMF ആണ്, അന്താരാഷ്ട്ര നാണയനിധി. ഒരാളുടെ അക്കൗണ്ടിലുള്ള നിശ്ചിത തുക മറ്റൊരാൾക്കും UPI വഴി ഉപയോഗിക്കാൻ കഴിയുന്ന പുതിയ സംവിധാനമാണ് UPI സർക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരാളുടെ അക്കൗണ്ടിലുള്ള ഒരു സംഖ്യ മറ്റൊരാൾക്കും UPI വഴി ഉപയോഗിക്കാൻ കഴിയുന്ന സംവിധാനത്തിൻ്റെ പേരാണ് UPI സർക്കിൾ എന്ന് പറയുന്നത്. ഇനി പ്രധാനപ്പെട്ട വേദികളെക്കുറിച്ച് 2025 ഡിസംബറിൽ പ്രഖ്യാപിച്ചതോ അടുത്ത മാസങ്ങളിൽ വരാനിരിക്കുന്നതോ ആയിട്ടുള്ള ഹോസ്റ്റുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പം അതിൽ G20 ഉച്ചകോടി നമ്മൾ ഓൾറെഡി പഴയ ക്ലാസ്സുകളെല്ലാം പറഞ്ഞതാണ്. 2026 G20 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? അത് അമേരിക്കൻ നഗരമായിട്ടുള്ള മിയാമിയിലാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ന്യൂ G20 പദ്ധതിയെക്കുറിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2026 G20 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? മിയാമിയാണ്. 79ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ 2025-26 ഫൈനൽ റൗണ്ട് മത്സരങ്ങൾക്ക് വേദിയാകുന്ന സംസ്ഥാനം അസമാണ്. അപ്പോൾ സന്തോഷ് ട്രോഫിയുടെ ഫൈനൽ റൗണ്ട് മത്സരങ്ങൾക്ക് വേദിയാകുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് അസം എന്ന് പറയുന്നത്. ഇനി ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിൻ്റെ വേദി, ഇത് പലപ്പോഴും ചോദിക്കാറുണ്ട്. കേരള സയൻസ് കോൺഗ്രസ് പോലെ ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിൻ്റെ വേദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചകുള ഹരിയാനയാണ്. ഹരിയാനയിലെ പഞ്ചകുളയിലാണ് 2025 ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിൻ്റെ വേദി. അപ്പോൾ ഇവിടെ ഒന്നാമത്തെയും മൂന്നാമത്തെയും പോയിന്റ്സ് കൃത്യമായിട്ട് പഠിക്കുക. G20 ഉച്ചകോടിയുടെ വേദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മിയാമിയാണ്, അമേരിക്കയിലെ. അതുപോലെ തന്നെ ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിൻ്റെ വേദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പഞ്ചകുള ഹരിയാനയാണ് 2025. ഇനി 2026 നടക്കുന്ന 4ാം യൂത്ത് ഒളിമ്പിക്സിന് വേദിയാകുന്നത് ആഫ്രിക്കൻ രാജ്യമായ സെനഗലിലാണ്. 2026 നടക്കുന്ന 4ാം യൂത്ത് ഒളിമ്പിക്സിന് വേദിയാകുന്നത് സെനഗലിലാണ്. പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന് വേദിയാകുന്നത് ഛത്തീസ്ഗഡാണ്. ഇത് അറിഞ്ഞിരിക്കുക, ചിലപ്പം ചോദിക്കാം. പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന് വേദിയാകുന്ന ഇന്ത്യൻ സ്റ്റേറ്റ് ആണ് ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത്. ഇനി പ്രധാനപ്പെട്ട നിയമനങ്ങളെ കുറിച്ചിട്ടാണ് നമുക്ക് പറയാനുള്ളത്. 2025 ഡിസംബർ മാസത്തിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട നിയമനങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ പുതിയൊരു മുഖ്യ വിവരാവകാശ കമ്മീഷണർ വരുവാണ്. ആ ഒരു കമ്മീഷനിൽ ഒരു അംഗമായിട്ടൊരു മലയാളി വരുവാണ്. ഒരു വിവരാവകാശ കമ്മീഷനിൽ അംഗമാകുന്ന ആദ്യ മലയാളിയാണ് ആരെന്ന് പറയുന്നത്, നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന വ്യക്തി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 2025 പ്രധാനപ്പെട്ട നിയമനങ്ങൾ നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമനമാണ് കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ്. ആരാണ്? ജസ്റ്റിസ് സൗമൻ സെൻ ആണ്. നിതിൻ മധുക്കർ ജംദാർ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു ഇത്രയും കാലം. നിതിൻ ജംദാർ അല്ലെങ്കിൽ നിതിൻ മധുക്കർ ജംദാർ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ്. അദ്ദേഹം ഇപ്പോൾ ആ പദവിയിൽ നിന്ന് മാറിയിട്ട് ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന ആരാണ്? ജസ്റ്റിസ് സൗമൻ സെൻ ആണ്. അതുപോലെ പാകിസ്ഥാന്റെ ആദ്യ സംയുക്ത സേനാ മേധാവി അസിം മുനീർ ആണ്. നമ്മുടെ അനിൽ ചൗഹാൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ സംയുക്ത സേന മേധാവി. ആദ്യം എന്ന് പറയുന്നത് ബിപിൻ റാവത്താണ്. അദ്ദേഹം ഹെലികോപ്റ്റർ അപകടത്തിൽ കുനൂർ ഹെലികോപ്റ്റർ അപകടത്തിലാണ് ബിപിൻ റാവത്ത് അന്തരിക്കുന്നത്. അത് അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ആദ്യ സംയുക്ത സേനാ മേധാവിയാണ്. ഫസ്റ്റ് CDS ആണ്. നിലവിൽ ആരാണ്? അനിൽ ചൗഹാൻ ആണ്. പാകിസ്ഥാന്റെ ആദ്യ സംയുക്ത സേനാ മേധാവി ആരാണ്? അസിം മുനീർ ആണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിൽ പുതിയ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ വന്നിട്ടുണ്ട്. രാജ്കുമാർ ഗോയൽ ഇന്ത്യയുടെ 13ാമത്തെ
മുഖ്യ വിവരാവകാശ കമ്മീഷണറായിരുന്നു. അതിൽ അംഗമായ കമ്മീഷനിൽ അംഗമായിട്ടുള്ള മലയാളിയാണ് PR രമേശ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ആദ്യമായിട്ടാണ് ഒരു മലയാളി വിവരാവകാശ കമ്മീഷനിൽ അംഗമാകുന്നത്. ഓക്കെ, അപ്പോൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ ആദ്യ മലയാളിയാണ് PR രാജേഷ് എന്ന് പറയുന്നത്. PR രാജേഷ്. അപ്പോൾ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് രാജ്കുമാർ ഗോയൽ, 13ാമത്തെ. ഓക്കെ ആണല്ലോ. ഇനി കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ ആദ്യ മലയാളിയാണ് PR രമേശ്. ഈ 2 പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കറിയാം, ഈ മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, അത് കേന്ദ്രത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും നിരന്തരം ചോദിക്കാറുണ്ട്. സോ അതുകൊണ്ട് ഈ 2 പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്കിപ്പ് ചെയ്യരുത്, കൃത്യമായിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, ഇനി ഫിലിമുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് വിവരങ്ങളാണ് പറയുന്നത്. 2025 ഡിസംബറിൽ സംഭവിച്ച സിനിമാ ലോകത്തെ വിശേഷങ്ങൾ. അതിൽ 30ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ജൂറി അധ്യക്ഷൻ, IFFK നമ്മൾ പറയല്ലോ, അതിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? മുഹമ്മദ് റസൂലോഫ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു 30ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേള IFFKയുടെ ജൂറി അധ്യക്ഷൻ മുഹമ്മദ് റസൂലോഫ് ആണ്. 30ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള ഗോൾഡൻ ക്രോഫെസന്റ് അഥവാ സുവർണ ചകോരം അവാർഡ് നേടിയത് ആരാണ്? ഷോമിയോക്കയുടെ 2 സീസൺസ് 2 സ്ട്രേഞ്ചേഴ്സ് എന്ന് പറയുന്ന ആ ഒരു സിനിമയാണ്. ഓക്കെ, അപ്പോൾ 30ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ IFFKയിൽ മികച്ച ചിത്രത്തിനുള്ള ഗോൾഡൻ ക്രോഫെസന്റ് അഥവാ സുവർണ ചകോരം അവാർഡ് നേടിയത് ജപ്പാനീസ് ചലച്ചിത്രകാരൻ ഷോമിയോക്കയുടെ 2 സീസൺസ് 2 സ്ട്രേഞ്ചേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിനാണ്. അപ്പോൾ ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നില്ല. IFFKയുമായി ബന്ധപ്പെട്ടൊന്നും അധികം ചോദ്യങ്ങൾ PSC പരീക്ഷയിൽ കാണാറില്ല. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട ദിവസങ്ങളും അവയുടെ തീമുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമാണ്. എയ്ഡ്സ് ദിനത്തിൻ്റെ തീം പലപ്പോഴും ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമുക്കറിയാം, ഡിസംബർ 1 എന്ന് പറഞ്ഞാൽ ലോക എയ്ഡ്സ് ദിനമാണ്. ഓവർകമ്മിങ് ദ ഡിസ്റപ്ഷൻ, ട്രാൻസ്ഫോമിങ് ദ എയ്ഡ്സ് റെസ്പോൺസ്, തടസ്സങ്ങളെ മറികടക്കുക, എയ്ഡ്സ് പ്രതികരണത്തെ പരിവർത്തനം ചെയ്യുക. ഇതാണ് ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പലപ്പോഴും ചോദിക്കാറുണ്ട്, ലോക മണ്ണ് ദിനം എന്നാണെന്ന് ചോദിക്കാറുണ്ട് PSC പരീക്ഷയിൽ. ലോക മണ്ണ് ദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബർ 5 ആണ്. അതിൻ്റെ തീം എന്താണ്? ഹെൽത്തി സോയിൽസ് ഫോർ ഹെൽത്തി സിറ്റീസ്, ആരോഗ്യമുള്ള നഗരങ്ങൾക്ക് ആരോഗ്യമുള്ള മണ്ണ് എന്നുള്ളതാണ്. പലപ്പോഴും ലോക മണ്ണ് ദിനം എന്ന് PSC ചോദിക്കാറുണ്ട്. ഡിസംബർ 5 ആണ്. ഹെൽത്തി സോയിൽസ് ഫോർ ഹെൽത്തി സിറ്റീസ്, ആരോഗ്യമുള്ള നഗരങ്ങൾക്ക് ആരോഗ്യമുള്ള മണ്ണ്. ഈ ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമാണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാണ് ലോക മനുഷ്യാവകാശ ദിനം എന്നും അതുപോലെ തന്നെ അതിൻ്റെ പ്രമേയത്തെക്കുറിച്ചും PSC പരീക്ഷയിൽ പലപ്പോഴും ചോദിക്കാറുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ് അവർ എവരിഡേ എസെൻഷ്യൽ, മനുഷ്യാവകാശങ്ങൾ നമ്മുടെ ദൈനംദിന ആവശ്യ വസ്തുക്കൾ. ഓക്കെ, ഇതാണ് ലോക മനുഷ്യാവകാശ ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് അവർ എവരിഡേ എസെൻഷ്യൽസ്, മനുഷ്യാവകാശങ്ങൾ നമ്മുടെ ദൈനംദിന ആവശ്യ വസ്തുക്കൾ. ഇതാണ് ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനത്തിൻ്റെ 2025 പ്രമേയം. ഈ 3 ദിനങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് എന്നാണെന്നും അതുപോലെ തന്നെ അതിൻ്റെ പ്രമേയങ്ങളും പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റാത്തതാണ് ആ ഒരു ഡേയും അതുപോലെ തന്നെ ആ ദിനത്തിൻ്റെ പ്രമേയവും എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ഡെത്താണ്. അത് 2025 മരിച്ച പ്രധാനപ്പെട്ട വ്യക്തികൾ, ഡിസംബറിൽ മരിച്ച പ്രധാനപ്പെട്ട വ്യക്തികളെക്കുറിച്ചാണ് പറയാനുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ശ്രീനിവാസൻ എല്ലാം 2025 ഡിസംബറിലാണ് അന്തരിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ വിശ്രുത ശില്പി റാം സുധർ, സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പട്ടേലിനുള്ള സമർപ്പണമായ ഏകതാ പ്രതിമയും പാർലമെന്റ് വളപ്പിലെ ധ്യാന നിരതനായ മഹാത്മാഗാന്ധിയുടെ പ്രതിമയും ഛത്രപതി ശിവജിയുടെ കുതിരസവാരി പ്രതിമയും ബംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ 108 അടി ഉയരമുള്ള കെമ്പഗൌഡ പ്രതിമയുമൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ സൃഷ്ടികളാണ്. ഇന്ത്യയുടെ മൈക്കൽ ആഞ്ചലോ എന്ന് അറിയപ്പെടുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇന്ത്യയുടെ മൈക്കൽ ആഞ്ചലോ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് റാം സുധർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർമ്മിതിയാണ്, നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള ഒരു നിർമ്മിതിയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി, ഏകതാ പ്രതിമ എന്ന് പറയുന്ന നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ. അതിൻ്റെ
ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? റാം സുധർ ആണ്. ഓക്കെ, സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഏറ്റവും വലിയ ആ ഒരു യൂണിറ്റി പ്രതിമ, ഓക്കെ, അത് ആരുടെ ശില്പിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാം സുധർ ആണ്. അദ്ദേഹമാണ് ആ ഒരു സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത്. പിന്നെ അദ്ദേഹം ഇന്ത്യയുടെ മൈക്കൽ ആഞ്ചലോ എന്നറിയപ്പെടുന്നു. ശില്പകലയിൽ റാം സുധർ നൽകിയ സംഭാവനകൾ മാനിച്ച് 99 പത്മശ്രീയും 2016 പത്മഭൂഷണും നൽകി ആദരിച്ചു. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ഈ ഒരു വ്യക്തിയെ അറിഞ്ഞിരിക്കണം. റാം സുധർ, അദ്ദേഹത്തിന് ഏറ്റവും വലിയ സംഭാവനയാണ് ഏകതാ പ്രതിമയുടെ ശില്പിയാണ് ആരെന്ന് പറയുന്നത്? റാം സുധർ എന്ന് പറയുന്നത്. ഇനി കെ ശേഖർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യ 3D ചിത്രമാണ് മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്നത്. സോ അതിൻ്റെ കലാ സംവിധായകനാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ കെ ശേഖർ. ഓക്കെ, ഇന്ത്യയിലെ ആദ്യ 3D ചിത്രമാണ് മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്ന ചിത്രം. സോ അതിൻ്റെ കലാ സംവിധായകനാണ് ആരെന്ന് പറയുന്നത്? കെ ശേഖർ എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, അപ്പോൾ ഈ ശില്പി റാം സുധർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം ഇന്ത്യയുടെ മൈക്കൽ ആഞ്ചലോ എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സംഭാവനയാണ് ഏകതാ പ്രതിമയുടെ ശില്പി എന്ന് പറയുന്നത്. ഇനി ഖാലിദ സിയ, ബംഗ്ലാദേശിൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാണ് ഖാലിദ സിയ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ മലയാള നടനായുള്ള ശ്രീനിവാസൻ 2025 ഡിസംബർ 21, ആ ഡേറ്റ് ഓർത്തിരിക്കുക കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഡേറ്റ് കൊടുത്തത്. 2025 ഡിസംബർ 21 ശ്രീനിവാസൻ അന്തരിക്കുന്നത്. ചിന്താവിഷ്ടയായ ശ്യാമള, ആ ചിത്രത്തിന് 98 ദേശീയ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ദേശീയ അവാർഡിൽ മികച്ച ചിത്രമായിരുന്നു ഏത്? ചിന്താവിഷ്ടയായ ശ്യാമള എന്ന് പറയുന്നത്. ഇനി വടക്ക് നോക്കിയന്ത്രം, സന്ദേശം, മഴയെത്തും മുൻപേ, ചിന്താവിഷ്ടയായ ശ്യാമള, തകരച്ചണ്ട, കഥ പറയുമ്പോൾ എന്നീ ചിത്രങ്ങൾക്ക് സംസ്ഥാന അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചിന്താവിഷ്ടയായ ശ്യാമള എന്ന് പറയുന്നതിന് ദേശീയ പുരസ്കാരമാണ് 98 മികച്ച ചിത്രത്തിനുള്ള ദേശീയ അവാർഡാണ് ലഭിച്ചിട്ടുള്ളത്. സംസ്ഥാന അവാർഡുകൾ ലഭിച്ച ചിത്രമാണ് വടക്ക് നോക്കിയന്ത്രം, സന്ദേശം, മഴയെത്തും മുൻപേ, ചിന്താവിഷ്ടയായ ശ്യാമള, അതുപോലെ തകരച്ചണ്ട, കഥ പറയുമ്പോൾ. അതൊക്കെ ഏതൊക്കെ കാറ്റഗറിയിൽ നിന്ന് ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ വടക്ക് നോക്കിയന്ത്രമാണെങ്കിൽ മികച്ച ചിത്രം, സന്ദേശമാണെങ്കിൽ മികച്ച കഥ, മഴയെത്തും മുമ്പേ ആണെങ്കിൽ മികച്ച തിരക്കഥ, ഇങ്ങനെ ഓരോ കാറ്റഗറിയും കൊടുത്തിട്ടുണ്ട്. അതും ചോദ്യമായിട്ട് വരാം. അപ്പോൾ ദേശീയ അവാർഡ് ഒരു തവണയാണ് ലഭിച്ചിട്ടുള്ളത്, അത് ചിന്താവിഷ്ടയായ ശ്യാമള എന്ന് പറയുന്ന മികച്ച ചിത്രത്തിന്. ഓക്കെ, പിന്നെ സംസ്ഥാന അവാർഡുകളാണ് താഴെ കാണുന്നത് കേട്ടോ. വടക്ക് നോക്കിയന്ത്രം തൊട്ടിട്ട് ശ്രീനിവാസൻ ലഭിച്ച സംസ്ഥാന അവാർഡുകളാണ്. ഓക്കെ, അപ്പോൾ ആ മരിച്ച ഡേറ്റ് ഓർത്തിരിക്കണം, അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 2025 ഡിസംബർ 21 മലയാള നടനായിട്ടുള്ള ശ്രീനിവാസൻ അന്തരിക്കുന്നത്. പിന്നെ ഖാലിദ സിയ ബംഗ്ലാദേശിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാണ്. ഇനി പറയാനുള്ളത് നമ്മുടെ സോഷ്യൽ വെൽഫെയർ സ്കീംസ് ആണ്. നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലുമുള്ള പ്രധാനപ്പെട്ട സ്കീംസിനെ കുറിച്ചാണ് പറയാനുള്ളത്. അതിൽ ബോധ്യം, കേസുകളുമായി ബന്ധപ്പെട്ട് സ്ത്രീകളെയും ട്രാൻസ്ജെൻഡറുകളെയും എങ്ങനെ പരിഗണിക്കണമെന്ന് സംബന്ധിച്ച് പോലീസിന് പരിശീലനത്തിനായി സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതിയാണ് ബോധ്യം. അപ്പോൾ കേസുകളുമായി ബന്ധപ്പെട്ടിട്ട് സ്ത്രീകളെയും അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സിനെയും എങ്ങനെ പരിഗണിക്കണം എന്നിവയുമായി ബന്ധപ്പെട്ട് പോലീസിന് പരിശീലനം നൽകുന്ന വനിതാ വികസന കോർപ്പറേഷൻ്റെ പദ്ധതിയാണ് ബോധ്യം. ധീര, വിദ്യാർത്ഥിനികളെ ആയോധന കലകൾ ഉൾപ്പെടെ അഭ്യസിപ്പിച്ച് സ്വയം പ്രതിരോധത്തിന് സജ്ജരാക്കുന്ന പദ്ധതിയാണ് ധീര. ആ പേരിൽ തന്നെ ഉണ്ടല്ലോ, എന്താണ് ഉദ്ദേശിക്കുന്നത്? വിദ്യാർത്ഥിനികൾ എന്താണ്? ആയോധന കലകൾ അഭ്യസിപ്പിച്ച് സ്വയം പ്രതിരോധത്തിന് സജ്ജമാക്കുന്ന പദ്ധതിയാണ് ധീര. ഇനി സ്ത്രീ സുരക്ഷാ പദ്ധതി, ഇതൊരു പക്ഷേ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം റീസെൻ്റ് ആയിട്ട് കേരളത്തിൽ 35 വയസ്സ് തൊട്ട് 60 വയസ്സ് വരെയുള്ള ജോലിയില്ലാത്ത സ്ത്രീകൾക്ക് നൽകുന്ന ഒരു പെൻഷൻ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. 1000 രൂപയാണ് പ്രതിമാസം ലഭിക്കുക. സോ ആ പദ്ധതിയുടെ പേരാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി. അപ്പോൾ കേരള സർക്കാർ 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് നൽകുന്ന, അതായത് പ്രത്യേകിച്ച് ജോലിയില്ലാത്ത സ്ത്രീകൾക്ക് നൽകുന്ന, ജോലിയില്ലാത്ത സ്ത്രീകൾക്ക് നൽകുന്ന പെൻഷനാണ് 1000 രൂപ എന്ന് പറയുന്നത്. അത് 2025 ഡിസംബറിലാണ് പ്രഖ്യാപിക്കുന്നത്. സോ ആ ഒരു പദ്ധതിയുടെ പേരെന്താണ്? സ്ത്രീ സുരക്ഷാ പദ്ധതി എന്നാണ് ആ പദ്ധതിയുടെ പേര്. ഇനി PM E-ഡ്രൈവ് ആണ്. ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പുതിയ പദ്ധതിയാണ് PM E-ഡ്രൈവ് എന്ന് പറയുന്നത്. അപ്പോൾ ഫെയിം എന്ന് പറയുന്ന ഓൾറെഡി ഒരു പദ്ധതി ഉണ്ടായിരുന്നു.
അതിൻ്റെ പുതുക്കിയ ഒരു പതിപ്പെന്ന് പറയാം ഈ ഒരു PM E-ഡ്രൈവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്, കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് PM E-ഡ്രൈവ് എന്ന് പറയുന്നത്. ഈ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഫെയിം എന്ന് പറയുന്ന പദ്ധതിക്ക് പകരമായിട്ടാണ് ഈ ഒരു പദ്ധതി വരുന്നത്. ഫെയിം എന്ന് പറയുന്ന പദ്ധതിക്ക് പകരമായിട്ടാണ് ഈ ഒരു പദ്ധതി വരുന്നത്. ഇനി മിലിറ്ററി എക്സസൈസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞിരുന്നു. നവംബർ ഡിസംബർ മാസങ്ങളിൽ അത്യാവശ്യം മിലിറ്ററി എക്സസൈസുകൾ നടക്കാറുണ്ട്. സോ അതുകൊണ്ട് ഡിസംബർ മാസത്തിൽ നടന്ന മിലിറ്ററി എക്സസൈസസ് ആണ് പറയുന്നത്. എക്യുവെറിൻ ഇന്ത്യൻ സൈന്യവും മാലിദ്വീപ് നാഷണൽ ഡിഫൻസ് ഫോഴ്സും ചേർന്ന് നടത്തുന്ന സംയുക്ത സൈനിക അഭ്യാസമാണ്. ഇത് നടന്നത് തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ്. അപ്പോൾ എക്യുവെറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സൈന്യവും അതുപോലെ തന്നെ മാലിദ്വീപിൻ്റെ സൈന്യവും ചേർന്ന് നടത്തുന്ന സൈനിക അഭ്യാസമാണ് എക്യുവെറിൻ എന്ന് പറയുന്നത്. ഇത് എവിടെ വെച്ചാണ് നടന്നത്? നമ്മുടെ കേരളത്തിൽ വെച്ചാണ് നടന്നത്. അതുകൊണ്ടൊന്ന് ഓർത്തിരിക്കുക. സോ അടുത്തത് ഏവിയൽ ഇന്ദ്ര, അതായത് ഇന്ത്യൻ വ്യോമസേനയും റഷ്യൻ ഫെഡറേഷൻ എയറോസ്പേസ് ഫോഴ്സും ചേർന്ന് നടത്തുന്ന സംയുക്ത സൈനിക വ്യോമ അഭ്യാസമാണ് ഏവിയൽ ഇന്ദ്ര. ഇതൊന്നും അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല, ജസ്റ്റ് നടന്നു എന്നതുകൊണ്ട് മാത്രം ഉൾപ്പെടുത്തിയതാണ്. എക്യുവെറിനും അതുപോലെ ഏവിയൽ ഇന്ദ്ര എന്ന് പറയുന്ന ഈ ഒരു മിലിറ്ററി എക്സസൈസ് ഒന്നും അതും ചോദിച്ചിട്ടില്ല. ഗരുഡ ഫ്രാൻസിൻ്റെയും അതുപോലെ തന്നെ ഇന്ത്യയുടെയും സൈനിക അഭ്യാസമാണ്, അത് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇതൊന്നും അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഏവിയ ഇന്ദ്ര എന്ന് പറയുന്ന ആ ഒരു മിലിറ്ററി എക്സസൈസ് ഏതൊക്കെ രാജ്യങ്ങളാണ്? ഇന്ത്യയും അതുപോലെ തന്നെ റഷ്യയും തമ്മിലുള്ള മിലിറ്ററി എക്സസൈസ് ആണ് ഇതെന്ന് പറയുന്നത്. ഇനി ഒരു ആത്മകഥയാണ്. നമ്മുടെ ശിഖർ ധവാൻ, ക്രിക്കറ്റ് താരമായുള്ള ശിഖർ ധവാൻ, അദ്ദേഹം ഇപ്പോൾ റിട്ടയർഡായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നിന്ന്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥയുടെ പേരാണ് ദി വൺ ക്രിക്കറ്റ് മൈ ലൈഫ് ആൻഡ് മോർ. ഓക്കെ, ദി വൺ ക്രിക്കറ്റ് മൈ ലൈഫ് ആൻഡ് മോർ എന്ന് പറയുന്ന ആത്മകഥ ഏത് ക്രിക്കറ്റ് താരത്തിൻ്റെയാണ്? ശിഖർ ധവാനാണ്. പലപ്പോഴും പല ക്രിക്കറ്റ് താരങ്ങളുടെയും ആത്മകഥയെക്കുറിച്ച് ചോദിക്കാറുണ്ട്. സോ ദി വൺ ക്രിക്കറ്റ് മൈ ലൈഫ് ആൻഡ് മോർ എന്ന് പറയുന്ന ആത്മകഥ ആരുടെയാണ്? ശിഖർ ധവാന്റെയാണ് ഈ ഒരു ആത്മകഥ എന്ന് പറയുന്നത്. ഓക്കെ, സോ 2025 ഡിസംബർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ 2025 പ്രധാനപ്പെട്ട 4 മാസങ്ങളുടെ കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. PSC പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഒരുപാട് ഫോക്കസ് ടോപ്പിക്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ഹോട്ട് ടോപ്പിക്സ് ഉണ്ടാവും. സോ ഇങ്ങനെയുള്ള ടോപ്പിക്സ് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ട് വേണം. ആദ്യമായിട്ടാണ് ഈ ക്ലാസ് കാണുന്നതെങ്കിൽ നവംബറിലെയും അതുപോലെ തന്നെ ഒക്ടോബറിലെയും സെപ്റ്റംബറിലെയും എല്ലാം ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതേ സിസ്റ്റം പ്രകാരം. സോ ആരും കാണാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ 2026 ഇതുപോലെ തന്നെ നമ്മൾ കറണ്ട് അഫയേഴ്സ് സെറ്റായിട്ട് പഠിക്കും. വരുന്ന എല്ലാ എക്സാമിലും നമ്മൾ സെറ്റായിട്ട് കറണ്ട് അഫയേഴ്സിന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യും. അത് നിങ്ങൾക്ക് ഞാൻ തരുന്ന ഉറപ്പാണ്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.